ഓഹൈ 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 കൊള്ളാലോ. ചേട്ടാ 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 വെൽക്കം ടു മുല്ലപ്പെരിയാർ ഡാം. നീ ഇതെവിടെ നിന്ന്? ഞാൻ ആ കോങ്കണ്ണി തോട്ടിന്ന് നേരെ ഈ തോട്ടിലോട്ടെടുത്ത് ചാടിയാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം കൊള്ളാലോ ചേട്ടാ. ഇതല്ലേ ഇപ്പോഴും ഇത്ര വർഷമായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് ഇതിനൊക്കെ മുന്നേ ഇനി നീ കാണാൻ കിടക്കണതേ ഉള്ളു. ചേട്ടാ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? എടേ നമ്മളിവിടെ 10-15 കൊല്ലം ഇവിടെ ഉണ്ട്. 10-15 കൊല്ലോ? ആ കഥ എന്തിനാ? അതൊരു വലിയ കഥയാണ്. എൻ്റെ മൂത്ത അപ്പൂപ്പൻ ദാമോദരാമ അവിടുന്ന് ചാളയും പൊക്കിക്കൊണ്ട് വരണ വഴിയിലാണ് റിച്ചാർഡ് സാഹിബും പിള്ളേരും കൂടെ ഈ മതിൽ കെട്ടി പൊക്കണത്. എന്നിട്ട് എന്തരാവാ ഇവിടെ ഉള്ള സുമാരി ആമേനെയും കെട്ടി ഇവിടെ അങ്ങ് സെറ്റിലായി. പിന്നെ നമ്മളെ മക്കളും കൊച്ചുമക്കളും കയറ്റി കുറെ നാൾ ഇവിടെ ഉണ്ട്. ചേട്ടാ എനിക്ക് മുറുക്കുന്ന ശീലമുണ്ട്. ഇവിടെ ചുണ്ണാമ്പുണ്ട്. എടാ നീ ആ തെക്കേമൂലേക്ക് കണ്ട, അവിടെ മൊത്തം ചുണ്ണാമ്പാണ്. നീ അവിടെ പോയി കരള്. ഞാൻ അവിടെ കുറച്ച് കരട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ മുറുക്കി ചാവും. എടാ നീ ചുണ്ണാമ്പ് ചേരണ്ടാനെന്നും പറഞ്ഞ ആ തെക്കേമൂലയിൽ അടുത്തുള്ള അപ്പുറത്ത് പോലെ. എടാ അവിടെ അല്ലേടാ തമിഴ്നാടിൻ്റെ പീരങ്കി പൈപ്പിരിക്കുന്നതാണ്. അത് നിനക്കറിയാമല്ല. അതിലെങ്ങാൻ പോയിട്ട് കഴിഞ്ഞാൽ നീ വല്ല പൊള്ളാച്ചിലും തിരുപ്പാച്ചിലും വല്ല എൻ്റെ പാടത്തും പറമ്പത്തും പോയി കിടക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവല്ലേ? ഇല്ല ചേട്ടാ ഞാൻ പോകത്തില്ല. എനിക്ക് അറബിക്കടലിൽ പോയാൽ മതി. ചേട്ടാ ഈ ഡാമിന്റെ മതിലൊന്നും ഇങ്ങനെ വിള്ളലി? വിള്ളലാ? എടാ ഈ മതിൽ ഇപ്പം പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞിട്ട് 10-15 കൊല്ലായി. പക്ഷെ ഇതുവരെ പൊട്ടിയില്ല. ഡാം പൊട്ടിയ നമ്മളെന്ത്? എടേ ഈ ഡാമിൽ ഇപ്പം 136 അടി വെള്ളമായിട്ടുണ്ട്. 2 അടി കൂടെ പൊങ്ങി കഴിഞ്ഞാൽ ഞാൻ ചാടി അപ്പുറത്ത് ജമ്പ് ചെയ്യും. അതിന് ശേഷം അവിടുന്ന് വെച്ചാൽ അറബിക്കടൽ, 3 അറബിക്കടലിലുണ്ട് കുട്ടാമ. അവൻ ഫുള്ള് റൈഡിങ് വൈബല്ലേ. വല്ലപ്പോഴൊക്കെ അന്റാർട്ടിക്കയിൽ പോകും. 2 ചാളയനൊക്കെ പിടിച്ചോണ്ട് വരും. പക്ഷെ അവൻ പൊളി വൈബാണ് അവൻ. അവൻ്റെയൊക്കെ ലൈഫാണ് ലൈഫ്. എനിക്കും അങ്ങനെ ആവണം. പിന്നെ കറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാൽ അക്കരെയൊന്നും പോയി നിൽക്കല്ലേ. അപ്പുറത്ത് കുറേ എണ്ണം ചൂണ്ടയെ കുറിച്ച് നിൽക്കുന്നുണ്ട്. അവന്മാർക്ക് വെള്ളച്ചാട്ടമൊന്നുമില്ല, മഞ്ഞുള്ളിപ്പൊന്നുമില്ല. അവന്മാർ വരും ചൂണ്ടയിടാനെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങോട്ടൊന്നും ചെന്ന് പെടല്ലേ. അവന്മാരെ കയ്യിൽ പെട്ടാൽ നീ ചട്ടി തന്നെ. ഞാൻ നിന്ന തോട്ടിൽ ആളുകൊണ്ടാണ് ഇങ്ങോട്ട് ചാടി. അപ്പൊ ഇവിടെ ആളാണ്. എനിക്ക് പേടിയാവണ കേട്ടാ. മോനെ പോയോ നല്ല ജാഗ്രത. ഇങ്ങോട്ട് വാ, അപ്പൂപ്പൻ പറഞ്ഞുതരാം.